നേരത്തെ ചാടി ഇറങ്ങിയ പോലെ ഇറങ്ങിയ പോലെ അന്തസ് അല്ലല്ല ഇപ്പൊ ഞാൻ ഇട്ട് കൊടുത്തു അപ്പൊ ഒന്ന് ഇട്ട് കൊടുത്ത് എന്ത് അവർക്ക് വേണ്ട ക്യാനാണോ? ക്യാൻ എന്റെ കയ്യിലുണ്ട്. ഞാൻ കൊടുത്തോളാം. പാവം തോന്നിയോണ്ട് തിരിച്ചു വന്നു. അപ്പൊ തന്നെ പെട്രോള് പമ്പില് കൂട്ടുന്നത് സത്യമല്ലേ? ഇതൊക്കെ എന്തൊരു നെപ്പോട്ടിസം കണ്ണാപ്പി. സത്യം എല്ലാം നിർത്തിയതൊക്കെ കേട്ടോ. സത്യമാണോ? ഒരു ഡെമോക്രാറ്റിക് അല്ലാത്തൊരു സിറ്റിയാണിത്. ഒരു ഡെമോക്രസി ഇല്ലാത്ത സിറ്റിയാണിതെന്ന് തെറി പറയും ഞാൻ. ഇതൊക്കെ അവിടെ എന്തോ മോനെ ചിമ്പു? നമ്മുടെ എലിയുടെ ചിമ്പുവോ? അവനൊക്കെ ടി വി എസിലുള്ളവനായിരുന്നോ? എല്ലാത്തിന്റെ വെയിറ്റ് വിടണം. ഇവർ 500 എണ്ണമൊക്കെ എടുത്ത് കൈ വേറെ ചിമ്പു. ഇവരത്തെ 10 ടർഫുള്ള ഒരുമിച്ചെടുത്ത് വെച്ചേക്കും. അത് തനി മലയാളി. അവരെ കുറ്റപ്പെടുന്നില്ല. തനി മലയാളി. എടാ മറ്റേ MRC ഒരു പയ്യനടാ ഇസ്മയില. ഒരെണ്ണം പോലും വെക്കാതെ വലിച്ചോണ്ടായിരുന്നു. പിന്നെ പറഞ്ഞ കാര്യമില്ല. ഇനി എങ്ങനെയാണോ ഇത് വെയിറ്റ് സർവർ കിട്ടിയാലോ എന്ന് ഓർത്ത് അവരെടുത്ത് വെച്ചാൽ തോന്നുന്നു. കേട്ടോ എവിടാ കൗണ്ട്? നീ കൗണ്ട് എടുത്ത് അകത്ത് എത്ര വണ്ടി ഉണ്ടെന്ന് കൗണ്ട് എടുത്ത്. ഉസ്മാൻ ആ പയ്യന്റെ റീലൊക്കെ നൈസാണ്. മോനെ MRCയിലൊരു പയ്യനുണ്ടല്ലോ ഉസ്മാൻ. അവൻ മറ്റേ റീലൊക്കെ ചെയ്യുന്നൊരു പയ്യൻ. നിനക്ക് ഞാൻ തരാം മോട്ടിവേഷൻ. ബ്രോ ഉസ്മാനടാ റീലൊക്കെ ചെയ്യുന്നൊരു പയ്യനല്ലേ? ഉസ്മാൻ MRCയില്. ഉസ്മാൻ അല്ല ഇസ്മയില്. അവനാണോ? ഇസ്മയിലാ. എടാ ദാണ്ടടാ അല്ലു അർജുൻ നമ്മുടെ ഇവരുടെ തന്നെ നമ്മള് അടിച്ചെടുത്തേ. രണ്ടാമത്തെ വണ്ടി ഇടിച്ച് അല്ലു അർജുൻ ഉണ്ടല്ലോടാ. തിരിച്ച് രണ്ടാമത്തെ വണ്ടി ഇടിക്കുന്നു. ഈ രണ്ടാമത്തെ വണ്ടി ഇടിച്ച് മൂന്നാമത്തെ വണ്ടി ഇടിക്കുന്നു. ഏതാ സോണോട്ടിലല്ലേ കിടക്കുന്നത്? ഓക്കെ അപ്പൊ TBSന്റെ ആൾക്കാർ മോബി നിൽക്കുന്ന വാസ് ഒരു സോണിലോട്ടാണ് വരുന്നത്. ഓക്കെ നല്ലൊരു വെടിവെപ്പ്. അവർക്ക് അവരവിടുന്ന് അകത്തിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഹെൽത്ത് ബാർ കാണാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഈ സാധനം ഓഫാക്കി കാണിക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പഴാണ് ഓണാക്കിയത് ഹെൽത്ത് ബാർ. ബഗ്ഗാന്ന് കാണിക്കാത്തത് ആണല്ലേ? എന്റെ ബഗ്ഗാന്ന്. ഓക്കെ TBSന്റെ വണ്ടി വീണ്ടും തിരിച്ച് ആ ഒരു സോണിൽ കയറാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ നീലൻ എല്ലാവരും വണ്ടി എടുത്താണ് ഇറങ്ങിയിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇന്നത്തെ കളി നമ്മൾ നോക്കുകയാണെങ്കിൽ 4-5 വണ്ടികളെങ്കിലും നമുക്ക് മിനിമം കാണാം. TBSന്റെ വണ്ടി ഇടിച്ച് തെറിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ TBSന്റെ വേറൊരു വണ്ടി ടയറില്ലാതെ ഈ ഒരു സോണിന്റെ അകത്തല്ല. ആദ്യത്തെ സോൺ ഷിഫ്റ്റ് ഓൾറെഡി കഴിഞ്ഞു ഗൈസ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 3 ബിൽഡിംഗ്സ് മാറി ഈ ഒരു ഏരിയയിലേക്കാണ് ആദ്യത്തെ സോൺ ഷിഫ്റ്റ് വന്നിരിക്കുന്നത്. ആദ്യത്തെ സോൺ ഷിഫ്റ്റ് TBSന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് ഇനിയെങ്കിലും ഗോൾ കയറിയില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ടർഫ് അവർക്ക് ഉടനെ തന്നെ നഷ്ടപ്പെടുന്നതായിരിക്കും. കഴിഞ്ഞ കളി ടർഫിൽ കേറാതെ 4 വണ്ടികളോളം അവര് ഒരു സോണിലും കേറാതെ തോന്നുന്നു. ബോബി ഇറ്റാച്ചിയുടെ വണ്ടി അവിടെ TBSന്റെ 2 വണ്ടികൾ ഫിറ്റ് ചെയ്ത് കളിക്കുന്നു. അവർ ഒരു വണ്ടിക്ക് ടയർ ലിറ്ററലി മൊത്തത്തിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ് TBS. സോ അവർക്ക് റിപ്പയർ ചെയ്യാൻ പോകേണ്ടി വരും. പക്ഷെ റിപ്പയർ ചെയ്യാൻ പോകാൻ പോലും സമ്മതിക്കുന്നതാണ് TBSയുടെ വണ്ടികൾ അവരെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ആ ഒരു TBSന്റെ വണ്ടി ഇടിച്ച് തറയിലോട്ട് കളഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നീര് റിപ്പയർ ചെയ്ത് കൊടുക്കുകയാണെന്ന് റിപ്പയർ കിറ്റ് അതിപ്പം നമ്മള് വാങ്ങിക്കുമല്ലോ. ഇത്രയും ടർഫായിട്ട് ബോധം നിനക്കില്ലേ? സോറി പറ്റത്തില്ല കേട്ടോ. പോയി റിപ്പയർ അതെന്തിനാ അടിച്ചു പൊട്ടിക്കുന്നേ? ഓ ഞാൻ സംസാരിക്കാൻ ഇറങ്ങിയ ഗ്യാങ്ങിൽ കയറിയോ ഗായ്സ്? സരക്കണ്ണൻ ഏതെങ്കിലും ഗ്യാങ്ങിൽ കയറിയോ?
ഓക്കെ അത് എനിക്കുള്ള ചോദ്യമല്ല, അത് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ റിപ്പോർട്ട് മറുപടി കൊടുക്കുക. ഓക്കെ, ടീമേഴ്സിന് വേണ്ടി ടീമിയെ പറ്റി നല്ലൊരു സ്പ്രേ വന്നിട്ടുണ്ട്. ടീമേഴ്സിന് ആൾക്കാരെല്ലാം സ്പ്രേ ചെയ്യുന്നുണ്ട്. ടീമിനെ പറ്റിയുള്ള മോബി അവിടുന്ന് നല്ലൊരു ചെറിയൊരു ടാഗ് ഉണ്ടെങ്കിലും 75% മോബിക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ബട്ട് അവിടെ പിക്ക് എടുക്കാൻ ടീമേഴ്സിന് സാധിച്ചില്ല. അവർ ട്രൈ ചെയ്തിട്ട് മേ ബി നല്ല പോലൊരു പിക്ക് എടുക്കും. ഓ കില്ലോ ജപ്പാനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ടീമേഴ്സിനെ സ്പ്രേ ചെയ്തിട്ടുണ്ട്. കില്ലോ ജപ്പാൻ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് അറിയത്തില്ല. കില്ലോ ജപ്പാൻ അവിടെ തമിഴാണെന്ന് അറിയത്തില്ല. എന്തായാലും കില്ലോ ജപ്പാൻ അവിടെ ചാടി താഴെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടീമേഴ്സിന്റെ പ്ലേയേഴ്സ് എല്ലാവരും ഈ ഒരു ഏരിയ തന്നെ ഹോൾഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. അവർക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ഉള്ള പൊസിഷനാണ് കിട്ടിയിരുന്നത്. അടുത്തൊരു സോൺ എങ്ങോട്ട് പോകുന്നത് അതനുസരിച്ച് അവർക്ക് മൂവ് ചെയ്താൽ മതി. നമ്മൾ നോക്കുകയാണെങ്കിൽ ടീമിയുടെ പ്ലേയേഴ്സ് ഓക്കെ മോബി ഇവിടെ വന്നിരുന്നത് നല്ല ഭയങ്കര സ്പ്രേ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിപ്പോ തല്ല് കിട്ടുമ്പോ മാറിക്കോളും. ആരും ഇല്ല വണ്ടിയിൽ. ഓക്കെ, ഇറ്റാച്ചി വന്നിറങ്ങുന്നുണ്ട് അവിടെ വണ്ടിയിൽ. നീലൻ അവിടെ വണ്ടിയിലുണ്ട്. നോക്കുകയാണെങ്കിൽ മോബി ഒരു അഡ്വാൻറ്റേജസ് പൊസിഷൻ എടുക്കാൻ വേണ്ടി ഒരു 1000 മൂവ് കാണിക്കാൻ വേണ്ടി വണ്ടി ആ ഒരു ഏരിയയിലോട്ട് കൊണ്ടിടുന്നുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സി ബിൽഡിങ്ങിൽ അല്ല യു ബിൽഡിങ്ങിൽ അല്ല സി എന്തായാലും ആ ബിൽഡിങ്ങിൽ 3 പേര് നിൽപ്പുണ്ട്. ഇത് സി ഇങ്ങനെ നോക്കിയാ സി അല്ലേ? ഇങ്ങനെ നോക്കിയാ യു. ഞാൻ എങ്ങനെ വായിക്കും ഇത്? അങ്ങനെ നോക്കിയാ യു, ചരിച്ചു നോക്കിയാ സി അല്ലേ? ഇത് സി എന്നല്ലേ വായിക്കുക? യു എന്ന് വായിക്കുന്നില്ലല്ലോ. ഇങ്ങനെ നോക്കിയാ സി. ഓ എടാ ഏറാണ് മുച്ചിരി, സത്യം ജെ ആണത്. അതങ്ങ് ചാറ്റ് കിട്ടാലോടാ നമുക്ക്. നാൻസി സോൺ 36 ജെ ഫോർ ജോക്കി ഐഡി 36. അഡ്മിൻ സോൺ കാണുന്നില്ല. ചന്ദ്രബോസ് ചന്ദ്രബോസ് ചന്ദ്രന് കൊടുത്തോ? സത്യം കേട്ടോ ജെ ആണ്. പക്ഷെ മുച്ചിരി അത് നല്ലൊരു ഫൈൻഡിങ് ആയിരുന്നു കേട്ടോടാ മുച്ചിരി. ഉണ്ടോ? ഓക്കെ, മോബി മേളിൽ വന്നത് നല്ലൊരു സ്പ്രേ ചെയ്തിട്ടുണ്ട്. മോബിനെ അടിക്കാൻ വേണ്ടിയിട്ട് ടീമേഴ്സിന്റെ പ്ലേയേഴ്സ് അവിടെ വന്നിട്ടുണ്ട്. മോബി തല്ലുകൊള്ളുമോ അതോ താഴെ ഇറങ്ങുമോ? മോബി തല്ലുകൊള്ളുമോ അതോ താഴെ ഇറങ്ങുമോ? ഏതാ? പക്ഷേ കൊള്ളുന്നില്ല എന്ന് തോന്നുന്നു. ഇല്ല, മോബി റീലോഡ്സിന് അടിച്ചിട്ടുണ്ട്. മോബി നല്ലൊരു കവറിൽ കയറി അവിടെ ഹീല് ചെയ്യുകയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടീമേഴ്സിന്റെ പ്ലേയേഴ്സ് വീണ്ടും ആ ഒരു ഡേ ട്രാക്ക് ഹോൾഡ് ചെയ്തിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇൻഫ്ലുവൻസും മിനിമാപ്പ് നോക്കി അടുത്തൊരു സോൺ ഷിഫ്റ്റ് ഓൾറെഡി വന്നിരിക്കുന്നു. അത് ഈ ഒരു ഏരിയയിലോട്ടാണ് ഷിഫ്റ്റ് ആയിരിക്കുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിലോട്ടാണ് അടുത്തൊരു സോൺ ഷിഫ്റ്റ് ആയിരിക്കുന്നത്. സോ ടീമേഴ്സിന് അവിടുന്ന് മൂവ് ഔട്ടായി സോൺ ഇന്നിലോട്ട് വരേണ്ടിയിരിക്കുന്നു ഉടനെ തന്നെ. ഇനി ഒരു മിനിറ്റിൽ നമുക്കൊരു സോൺ ഷിഫ്റ്റ് കാണാൻ സാധിക്കും. പുതിയൊരു സോണിലോട്ട് ഇത് ഷിഫ്റ്റ് ആവുന്നതായിരിക്കും. ക്വാളിറ്റി കൂട്ടാവോ മോനെ? ഇത് ഉള്ള ക്വാളിറ്റി അല്ലടാ എനിക്ക് ഇടാൻ പറ്റുള്ളൂ. കറന്റ് ആരും ഡൗൺ ഇല്ല. ടീമേഴ്സിന് 8 പ്ലേയേഴ്സ് സോണിന്റെ അകത്തുണ്ട്. അവരെ വെറുതെ വെടി വെച്ച് കളിക്കുന്നേ. നല്ലൊരു സ്പ്രേ എല്ലാ ആംഗിളും സ്പ്രേ വരുന്നുണ്ട്. ഇവിടെ ജുഗ്രൂന് നല്ലൊരു സ്പ്രേ വരുന്നുണ്ടെന്ന് തോന്നുന്നു. വണ്ടി നല്ലൊരു സ്പ്രേ വരുന്നുണ്ട് ജുഗ്രൂന്. അറിയില്ലേ പിന്നെ അല്ല നമ്മുടെ കോലിമുട്ടായി ഊമ്പും പറയും. കോഴിമുട്ട ഊമ്പുന്ന കുടിക്കുകയാണോ അവിടെ? അതേസമയം നമ്മൾ നോക്കുകയാണെങ്കിൽ തിന്നാനാണ് അർത്ഥം. എടാ ഞാനൊരു കാര്യം ചെയ്യട്ടെ, തിന്നാനാണോ അർത്ഥം മുച്ചിരി? മുട്ടയാണെങ്കിലും ഉറിഞ്ചു. മുട്ടല്ല കോലുമുട്ടായി. ഓ കോലുമുട്ടായി, ഞാൻ കേട്ടത് കോഴിമുട്ട. മലബാർ സൈഡില് TBS ജയിച്ചാൽ പോഡ്കാസ്റ്റിൽ കേറാതോ? സിപ്പ് സിപ്പ്. ചന്ദ്ര എവിടെ? നമ്മളെ ചന്ദ്രൻ, വേർ ഈസ് മൈ ഹീറോ? വീല് വന്നു. വീലും വന്ന് എന്റെ റൂം ചന്ദ്രപിൾ സി ബിൽഡിംഗില് TBS നിൽക്കുന്നത്. പക്ഷെ TBS അത് അഡ്വാൻറ്റേജ് ആക്കാനുള്ള എല്ലാ
പക്ഷെ അവർക്കത് സാധിക്കുമോ എന്നാണ് നമുക്കറിയാത്തത്. കാരണം ഇപ്പോൾ ഉള്ള പൊസിഷനിൽ നിന്നും അവർ അഡ്വാൻറ്റേജ് പൊസിഷനിലോട്ട് കയറിയേ മതിയാകത്തുള്ളൂ. അതായത് സോൺ അവർക്ക് അനുകൂലമല്ല, ഫോൺ അവർക്ക് തിരിഞ്ഞാണ് നിൽക്കുന്നത്. സോ അവര് സോണിന്റെ അകത്തോട്ട് കയറണം. ഓൾറെഡി TVയിലെ പ്ലേയേഴ്സ് എല്ലാവരും സോണിൽ പൊസിഷൻസ് എടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ TVക്കായിരിക്കും നല്ലൊരു അഡ്വാൻറ്റേജ് ഉള്ളത്. നല്ല ഹൈറ്റ് ബിൽഡിങ്സും എല്ലാ കാര്യങ്ങളും TVയുടെ അണ്ടറിലാണ് ഇപ്പോൾ കറന്റ് ഉള്ളത്. എങ്ങനെയാണ് TBS ഈ ഒരു പ്രതിസന്ധി കടന്ന് എനിക്ക് ടൈം ഒന്നും കാണിക്കുന്നില്ല. 21 മിനിറ്റാണ് ബാക്കിയുള്ളത് ഈ ഒരു ടർഫ് തീരാൻ വേണ്ടി. മിറാക്കിളും സംഭവിക്കാം. മോബി അവരെ വിടാതെ പിന്തുടർന്നുകൊണ്ട് ഇവിടെ എന്തോ ഷെയർ നടക്കുന്നു. ഹലോ ബ്രോ, എനിക്ക് ഇൻഫ്ലുവൻസ് ഒന്നും കാണിക്കുന്നില്ല. എടാ അല്ലു അർജുന്റെ പരവും നോക്കടാ, മുട്ടി പിന്നെ ഇട്ടിട്ട് റാ മീശ റോള് കിട്ടിയില്ല. ഇത്ര നേരം റോൾ ഉണ്ടായിരുന്നു, ഇപ്പൊ റോളില്ല. റോളില്ലാണ്ട് കളിച്ച് റോൾ ഉണ്ടായിരുന്നു ഇത്ര നേരം, എന്നിട്ട് പോയെന്നാ പറഞ്ഞു. അങ്ങനെ പോകില്ല. ബഗ് വല്ല വയ്ക്കാനൂടാ ഇതിനെ പയ്യന്മാര് കള്ളം പറയുന്നത്. എടാ എന്തൊരു ടർഫടാ ഇത്, ഇത് എന്തൊരു ടർഫടാ ഇത്, എടാ എന്തൊരു ടർഫടാ ഇത്. അപ്പോ അതിന്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. അയ്യോ മോനെ, ആരാടാ നീലനാണോ? നീല നീല നീല. ഓ രൂപയുടെ കൊടുത്തട ആ മണ്ടന് ഇതില്ല, റോളില്ലെന്ന്. അതാ പറഞ്ഞേ സോൺ കടത്ത റോൾ. നീലം 1v2 റോക്കറ്റ് ലീഗ് കളിക്കുന്നടാ. 1v4 36 സോൺ ഫിക്സ് കൊടുത്തല്ലോ. അത് TBS എന്നുള്ള റോൾ ഉണ്ടെങ്കിലല്ലേ അവര് കാണത്തുള്ളൂ. എടാ നീലം കുരുങ്ങിടാ, നീലം കുരുങ്ങിടാ. എടാ അതാ പറഞ്ഞേ, ബാക്കപ്പ് ഉണ്ടോ പിള്ളേരെ? നമുക്ക് സോൺ കാണണമെങ്കിൽ മിനിമം എന്താ വേണ്ടേ? ഗ്യാങ് റോൾ വേണ്ടേ? അതില്ല അവര്. അതാ ഞാൻ ചുമർന്ന് ഇറങ്ങി വിടിയോക്കെ. അത് സേഫ്സ് ഉണ്ടോ? ഏത് ലുക്ക്? സ്കെലിറ്റണോ? TBSന്റെ വണ്ടി ഇവിടെ നിന്ന് വെളിയിലോട്ട് കിടക്കുകയാണ്. പക്ഷെ നീൽ അവരെ വിടാതെ ഹിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. നീലനും അതേപോലെ തന്നെ നീലൻ എന്താടാ നീലൻ ലീഗാട്ടോ നടക്കുന്നത്. നമുക്ക് അടുത്ത ഹലോ ഹലോ ബ്രാവോ പുറകെ സംസാരിക്കുവായിരുന്നോ? ടർഫ് മുതൽ ഈ സോൺ ഔട്ട് പിറ്റിംഗ് അങ്ങ് ഒഴിവാക്കിയാലോ? എന്തോ പറയുന്നുണ്ട്. അണ്ണനെ ഏതോ കോള് വന്നു. മ്യൂട്ടാക്കണോ? മ്യൂട്ടാക്കി വെച്ചേക്കാം. അമ്മമാരൊരു വണ്ടി വെട്ടാ അമ്മമാരൊരു വണ്ടി. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സോൺ ഔട്ട് പിറ്റിംഗ് ഒഴിവാക്കുന്നില്ലേ? അതെ, കാരണം അങ്ങനെ, കാരണം പണ്ടത്തെ ടർഫിൽ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലല്ലോ. കുത്തി ഇത് ഫൈറ്റ് കൂടുതൽ നിങ്ങൾ കാണുന്നത് അടിയിടിയാണ്. സോണോട്ട് പിറ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ അവര് ടൈം പോകും. ടൈം പോകുന്നില്ല, ഫൈറ്റ് കാണാൻ ഒരു രസം കാണത്തില്ല. ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ പുറത്ത് കിടന്ന് പിറ്റിയായിട്ട് കാണാനില്ല. ഇതാവുമ്പോ കുത്തി അടി, അതാണ് രസം. പഴയ ടർഫ് അത് വേണം. ശരിയാ, അപ്പൊ പറഞ്ഞത് കാര്യമാണ്. കാരണം ഒരു രസമില്ലാത്ത പരിപാടിയാണ്. മ്യൂട്ട് മാറ്റം അണ്ണാ, ഇവിടെ കുറെ പേര് ചോദിക്കുന്നുണ്ട്. ഹലോ അണ്ണാ, ചേർത്തേട്ടൻ ഇല്ല. മ്യൂട്ട് മാറ്റി തരും. ചേർത്തടാ മ്യൂട്ട് മാറ്റോ? ചേർത്തേട്ടൻ ഈ കസാലല്ലേ ഇല്ല. ഇപ്പം മൗസൊക്കെ എടുത്തിട്ട് മാറ്റി. ഞാൻ ഇവിടാ പെട്ടെന്ന് വിടുന്നുണ്ട്. സംസാരം ഉണ്ട്. ഇല്ല, അവൻ ഈ വഴി കൂടെ വന്നാൽ തീർന്നു പടക്കാടി. അവിടെ നേരെ പോയ ടാങ്ക് ഉണ്ട്, പൊട്ടിത്തെറിച്ച് ചാവും. മുച്ചിരി ലൈവ് ഇട്. ലൈവ് അല്ലേ? മുച്ചണ്ണ ലൈവ് ഇട്. സ്ക്രീൻ ഷെയർ ആണല്ലേ ഞാൻ. സോണോട്ടല്ലേ ഇത്? ഞാൻ ഒന്ന് പേടിച്ചു കേട്ടാ, കുത്തി അടിയായിരുന്നു.
അടിയിട്ടുന്നുണ്ടാണ്. സൗണ്ട് കുറച്ചടാ പാപ്പന്റെ. ഇതെന്താ ഓടുന്നേ? അമ്മമാരെ പ്ലാൻ ചെയ്യാട്ടോ. ഇത് പണ്ടത്തരമാളേ. ആരും ഇല്ലറാ ഈ സൈഡ് നമ്മളെ. ജുഗ്രുവിനെ പുഷ് ചെയ്യാ. ഇല്ല നമ്മുടെ പയ്യന്മാരുടെ എത്തി. ഇത് നീല അന്ന് പറഞ്ഞ കളിയാണ്. അമ്മമാരാളും കൂടുതല. അടിയിട്ടുന്നുണ്ടാ. അത് കണക്ട് ആയി. അമ്മമാർക്ക് സോണി കയറാൻ ഒരു പരിപാടി നടക്കില്ല. സോണി കയറാൻ അടിക്കാൻ പറ്റും. ആരും ഡൗൺ ആയോ? ആരും ഡൗൺ ആയോ? എങ്ങനെ ഒരു അടിക്കും ഇപ്പം? എടാ എന്റെ മൈക്ക് മ്യൂട്ട് അല്ല. എന്റെ കണ്ണാപ്പി സീരിയസ് ആയിട്ട് വെക്കും. എന്റെ മൈക്ക് എടാ കണ്ണാപ്പി. വട്ടത്തിലും മുമ്പി അവന്മാർക്ക് ഇനി വണ്ടി എടുക്കാൻ പറ്റത്തില്ല. കണ്ണാപ്പി പറ്റാത്ത അവസ്ഥ. കണ്ണാപ്പി ഇവിടെ ഒറ്റനടി. എടാ എന്റെ സൗണ്ട് കേൾക്കുന്നില്ല. ഹലോ അത് പൊട്ടീരടാ. ആ ടാങ്ക് പൊട്ടീരടാ. മരിച്ചു പോടാ. അല്ലാണോ എങ്ങനെ പൊട്ടിക്കും കാണണ്ടേ? എടാ എന്നെ ഒന്ന് സെർവർ മ്യൂട്ടും. ജുഗ്രു അവരോടെ കൂടിയേട്ടാ. വട്ടത്തിലും മുമ്പി. ഇവരിങ്ങനെ ഒരു ഐക്കോൺ ഇല്ലാതെ ആ ഓടിക്കൊണ്ടിരിക്കുന്നു. രാമന് മുമ്പി. പട്ടാഭിരാമൻ ഹീൽ ചെയ്ത് വെള്ളം കുടിച്ചോണ്ട്. എടാ ആരെങ്കിലും എന്റെ ലൈവിൽ ഒന്ന് പറയടാ സെർവർ മ്യൂട്ട് മാറ്റാൻ. അത് കോളിലായിരുന്നില്ലേ ചേർത്തേട്ടെ? ഓ അങ്ങനെ മാറ്റിയല്ലേ മക്കളെ. അല്ലടാ ഒന്നും കേട്ടില്ലല്ലോ അല്ലേ? ഇല്ല. ഇത് ചാവാത്തേ. സാധാരണ ഇത്ര പേരൊക്കെ വീഡിയോ ആരെങ്കിലും 1-2 പേര് ചാവണ്ടാന്നല്ലോ. ഇവിടെ ജോണി ഇതിനകത്ത് കയറിയോ? ഇത് ജോണി സിംസ് ആണ്. ഞാൻ വിചാരിച്ചു ടഫ് കളിക്കാൻ വേണ്ടി ഗ്യാങ് തലനാരൊക്കെ വീണ്ടും രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇടത്തെ സൈഡിൽ നിന്നും ആരുമില്ല. ജുഗ്രു അല്ല ഇത്. ഏബൽ ജോസഫ് സോണിന്റെ മേളിലോട്ട് തണ്ടർ ബോയുടെ എവിടെ? തണ്ടർ ബോയ് ഡൗൺ. നീലൻ വെളിയിൽ നിന്ന് ഫയർ ചെയ്തടാ. ആണോ? സോൺ ഔട്ട്. വീണ്ടും സോൺ ഷിഫ്റ്റ്. പറഞ്ഞ് ഇറങ്ങാൻ പോലും സമ്മതിക്കാതെ അടിച്ച് ഇതാക്കിയിരിക്കുകയാണ്. ഉണ്ണിമോ ഏതാ? എത്ര പേര് ഡൗൺ ആയി TBSC? സോൺ ഇന്നിലോട്ട് കേറാനുള്ള ഒരു അവസരം അവർക്ക് കിട്ടുന്നില്ല. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അമ്മര് മൂലയ്ക്ക് കുടുങ്ങിയടാ. പട്ടാഭിരാമൻ മിസ്റ്റിക്ക് അവിടുന്ന് കിട്ടിയടി. ഇവരൊരു ഫൈറ്റ് കൊടുക്കാതെ തലവേദന രക്ഷപ്പെട്ടു. മിസ്റ്റിക്ക് ഇത് എങ്ങനെ സാധിക്കും നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ എന്തായാലും കൊള്ളാം. എല്ലാരും ഒരുമിച്ച് ചാടുന്നുണ്ടോ? എടാ മോനെ ചാടല്ലേ എങ്ങനെ? ആരാ ചാടുന്നേ? TV ആണോ? മിസ്റ്റി തലയിടുന്നു. അയ്യോ അമ്മർക്ക് അപ്പുറത്ത് പോകാൻ പറ്റില്ല. സോണോട്ടിൽ തന്നെ നിക്കണടാ. സോണോട്ടി വെള്ളി ഇറങ്ങാൻ പറ്റത്തില്ലടാ അമ്മർക്ക്. ഓ കുടുങ്ങിയടോ അമ്മരവിടെ. ഇവരാരും അറിയാതെ ഒരു 1000 IQ മൂവ് നടക്കാൻ പോവുകയാണ്. അയ്യോ കണ്ണാപ്പി, ഇവരാരും അറിയാതെ ഒരു 1000 IQ മൂവ് നടക്കാൻ പോവാണ്. പക്ഷെ എനിക്കത് ഇപ്പൊ പറയാൻ പറ്റത്തില്ല. ഞാൻ പിന്നെ പറയാം. അന്നത്തെ പരിപാടി അത് ഇപ്പൊ പറയാൻ പറ്റത്തില്ല. ഞാൻ പിന്നെ പറയാം. സാവേജ് മിസ്സിനെ സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. അവനി പഠിക്കും തോന്നട്ടെ ബാക്കിൽ പക്ഷെ അടിക്കാൻ പാടില്ല, പുതുക്കാൻ പാടില്ല. ബാക്കി കയറിയേ ഇവന്മാർ ഒരുത്തരം സോണുള്ളതാ കാണിക്കുന്നത് എനിക്ക്. ഇത് ഇവിടെ 3 നിന്നിട്ട് ഇവരൊന്നും ഗ്യാങ് റോൾ ഇല്ലടേ. അതൊക്കെ പുറത്തല്ലേ?
ഇവിടെ 3 സോണിനകത്ത് നിൽക്കൂല്ലേ? ഇതേ നോക്ക്, പട്ടാഭിരാമൻ, ആര്യ പോറ, സെയിന്. ടൈം എത്ര ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട് ഈ സെയിനൊക്കെ. എടാ ഇവര് ആദ്യമായിട്ട് അങ്ങോട്ട് ഇത് ആദ്യമായിട്ടാണ് ടർഫ് കളിക്കുന്നവര്. ആ ശരിയാണല്ലോ, അല്ലല്ലല്ല ചെറുതായിട്ട് അമറെ സോണോട്ടടി കണ്ടിട്ടുണ്ട് എന്റെ കിളി പോയി. ഓ കൈറോ ജോസഫ്, കാര്യം ജോസഫ് നല്ലൊരു ടാഗ് കൊടുത്തിട്ടുണ്ട്. കാര്യം ജോസഫ്. ഓ ചന്ദ്രൻ ചന്ദ്രൻ കില്ലടിച്ചു മാറ്റിയിട്ടുണ്ട്. ഇറ്റാച്ചിയുടെ കില്ല് പോട്ടെ, സാരമില്ല. ചന്ദ്രൻ ഒറ്റ വെടിയോ വെച്ചോളാം, ഒറ്റ വെടിയോ. റീടർഫ് കളിക്കാനുള്ളതാണ്, അപ്പൊ കുഴപ്പമില്ല. റീടർഫാന്നോ? വീണ്ടും വെച്ച് തലനാടൊക്കെ രക്ഷപ്പെട്ടു. എടാ ഇതെന്തോടെ റീടർഫ് വെക്കുവന്നോ? റീടർഫ് വെക്കുവന്നോ? അറിയില്ല. മനസ്സിലായില്ല അവനത്, മനസ്സിലായില്ല. ആർമേഡ് പ്ലേറ്റ് ആണ് മിസ്റ്റി വെച്ചിരിക്കുന്നത് തോന്നുന്നു. അവൻ വെച്ചതെല്ലാം ഞാൻ ചോദിച്ചു റീടർഫ് ആണോ? എങ്ങനെയാണ് രക്ഷപ്പെടുത്തുന്നത് അറിയത്തില്ല. പക്ഷെ ഓ റീടർഫ്. എന്തോ വീഡിയോ ചെയ്തു വീഡിയോ അവൻ ലോട്ടറി എടുത്താൽ ലോട്ടറി അടിക്കും, ഉറപ്പല്ലേ? അതുമല്ല അവര് ജയില് ഓടുന്നു, ജയില്. ഇത്ര മട്ടക്കളി കളിക്കത്തില്ലല്ലോ. ഓ വില്ല് വെടിവെക്കുന്നുണ്ട് മിസ്റ്റി. വീണ്ടും അത് സോണ ഷിഫ്റ്റ് ആയതാ. ഇന്ന് തന്നെ വെക്കോടാ, ഇന്ന് തന്നെ വെക്കോ റീടർഫ്. കുത്താറുന്നല്ലോ എടാ റീടർഫാ, ബ്രാവോ പറഞ്ഞു. അവന് ബ്ലീഡ് ഡാമേജ് എടുത്തതാന്ന് തോന്നുന്നു കേട്ടോ. ഫുഡ് കഴിക്കാതെ എന്തോ പുള്ളി ചത്തിരിക്കുന്നതാണ്. അറിഞ്ഞൂടാ, 0 ചിപ്പായിരുന്നു. കുറച്ചൊക്കെ തന്നെ ഇവൻ 0 HP ആയിരുന്നു തോന്നുന്നു കേട്ടോ. ബ്ലീഡായി. അവന്റെ ലാസ്റ്റ് 2 തുള്ളി ചീറ്റി പോയി. അവന് റിവൈവ് കിട്ടാ, കളിക്കട്ടെ. വെറുതെ നീ വേണ്ടാത്ത പണിയൊന്നും ചെയ്തു വെക്കല്ലേ. അതല്ലടാ, അവന് 1 HP ആയിരുന്നു, മനസ്സിലായോ? അവന് റിയലിസ്റ്റിക് ആണോ എന്തോന്ന്? തുള്ളി ചോര ചീറ്റി പോയപ്പോഴത്തേക്ക് ചത്തുവല്ലോ. അവന് 1 HP ഉണ്ടെന്നോ എനിക്ക് അറിയത്തില്ല. അല്ല ഇവന്മാരെന്തിനാണ് ഈ വെടി വെക്കുന്നത് ഇവിടെ ഏബിൾ നിന്നിട്ടും? കോച്ചിരിക്കുന്ന കൂടെ, കോച്ചിരിക്കുന്ന നോക്ക്, പ്രിഡേറ്റർ ആണക്ക്. ലാസ്റ്റ് 9 മിനിറ്റ്. അടുത്തവര് റെഡി അല്ലടാ ഡർഫിന്? അടുത്ത ആരുടെ ഡർഫാ? വീഡിയോ ചെയ്ത് അവര് ടിക്കറ്റ് വലിച്ചാൽ ഞമ്മളും തിരിച്ചു വലിക്കും. അപ്പൊ റീടർഫ്. അതല്ലേ പറഞ്ഞത്, മിക്കവാറും റീടർഫ് കളിക്കേണ്ടി വരുമെന്ന്. ഇത് വലിക്കത്തില്ല, വലിച്ചാ ഇവര് വെടിവെച്ചിട്ടുണ്ട്. ഇല്ല, TBS എന്തായാലും വെളിയിൽ നിന്ന് അടിച്ചത് സോറി പറഞ്ഞില്ല. അവരപ്പം അതിന്റെ പുറകെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയല്ലെങ്കിൽ നാളെ 3 ടർഫ് ഉണ്ടാവേ. അടിക്കണം, എനിക്ക് അതാണ് പറയാനുള്ളത്. Make way for the king. Hey, Uchiri, don't use that word, okay? എടാ ഏബിളും കയറിപ്പോടാനകത്ത്. ടീം പോലും ഉണ്ടെന്ന് ഓർക്കാതെ ഒരു മുതുവടി മിക്കവാറും ഏബൽ ഡൗൺ ആവുകയായിരിക്കും. ആ തല്ലിൽ ഏബൽ തലക്ക് രക്ഷപ്പെട്ടിരിക്കുകയാണ്. എടാ കഷ്ടമുണ്ടടാ. ഏബൽ ആ വണ്ടിയിലുണ്ടെന്ന് അറിയാതെ ടിവിയുടെ എല്ലാരും അവരെ അടിച്ച് പഴിപ്പിച്ച് കളഞ്ഞു. ഇവിടെ ഇതെന്തോടാ ഇത്? ആരാണോ ഇതൊക്കെ? 12 അത് ഇവിടെ വന്നിപ്പോ ഇനി കേമിയോ എന്തോടൊക്കെയോ കണ്ണപ്പി കേമിയോ.
രായ കേമിയോ കേമിയോ ഇവരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ച പേരാണ് അത് കേമിയോ. രണ്ട് വെടിയൊക്കെ വെച്ചാലോ വിടുന്നുണ്ട്. അയ്യോ സെയിൻ സെയിന് പട്ടാഭിരാമനും ഓടടാ ഓട്ടം. ഓ നല്ലൊരു സ്പ്രേ. വീണ്ടും പട്ടാഭിരാമന് നല്ല ടാഗ് വന്നിട്ടുണ്ട്. പക്ഷെ എങ്ങനെയോ രക്ഷപ്പെട്ടിരിക്കുകയാണ് പട്ടാഭിരാമൻ. അവരുടെ പുകഞ്ഞ വണ്ടിയെങ്കിൽ പുകഞ്ഞ വണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് എടാ എനിക്ക് 400 ആൾക്കാർ കൂടെ മതിയടാ. ജോസഫ് അവിടെ TV ഹാരിയരെ ഡൗൺ ആക്കിയിരിക്കുകയാണ്. 30,000 ആവും 30,000. കഴിഞ്ഞോ? ഇല്ല രണ്ടുപേര് ഓടിക്കൊണ്ടിരിക്കുക കാണുന്നില്ലേ? ഇഷ്ടപ്പെട്ടല്ലേ ഒരു വണ്ടി പോയായിരുന്നല്ലോ. എന്തോടാ 2 അല്ല 3 പേരുണ്ട്. അല്ല 2 പേര്. എന്തോന്ന് എന്ത് പോസ്റ്റ്? ഗെയിമിൽ ആ ഫോഴ്സിലൊക്കെ ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാ എടാ, ഈ ചെങ്ങൈൻ്റെ ഉള്ളിലുള്ള നല്ല പറഞ്ഞില്ല. രസമല്ലേ ഫിഗർ കണ്ടിട്ടാ. വണ്ടി എല്ലാവരും ഒരുമിച്ച് കളിക്കുന്ന. അത് ഞാനൊരു കാര്യം പറയട്ടെ, അത് ഫ്രീ റോം കളിച്ചാലും ചുമ്മാ പാട്ടൊക്കെ ആയിട്ട് ആൾക്കാരോട് സംസാരിച്ചൊക്കെ ഇരിക്കാൻ നൈസാ. ചുമ്മാ സിറ്റിയുടെ അറ്റം മുതൽ മാപ്പിന്റെ അറ്റം മുതൽ ഒരറ്റം മുതൽ ഈ അറ്റം വരെ ഓടിച്ചാൽ മതി. കണ്ണാപ്പി എടുക്കുന്നില്ലടാ വീല്. ഇല്ല പൈസ ഇല്ല. പൈസ വരുമ്പോ എടുക്കാം. ആ റൂമിന്റെ പണിയൊക്കെ കഴിയും. അതെ അതെ. റൂം എന്തടാ വലിയ റൂം ആക്കാൻ പോണാ? എക്സ്റ്റൻഷൻ ഉണ്ടോടാ കണ്ണാപ്പി? എക്സ്റ്റൻഷൻ ഒന്നുമില്ല. എന്തൊക്കെയാ ചെയ്യുന്നതിനകത്ത്? എന്തൊക്കെയാ വെക്കുന്നേ? പുതിയ ടേബിള്, കബോർഡ്സ്, ഇത് ഫ്രണ്ട്ലി ടർഫ് പോലെ ഉണ്ടല്ലേ? പിന്നെ ആക്ഷൻ ഫിഗർ ഷെൽഫ്, ആ പിന്നെ പിന്നെ TV, പ്ലേ സ്റ്റേഷന്റെ ഏരിയ, പിന്നെ സ്റ്റിമുലേറ്ററിന്റെ ഏരിയ, ഡ്രൈവിംഗിന്റെ, പിന്നെ VR ഏരിയ. ടേബിളും പിന്നെ സിമുലേറ്റർ വെക്കുക കളിക്കുന്നത്. അത് പറഞ്ഞിട്ട് വെക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അല്ല ഇത് കഴിഞ്ഞ് പെയ്യ വെക്കുന്നുള്ളു. അല്ല ഇത്ര ഇതിനാണ് ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ വരണ്ടേ? അതെന്തോ ഇരിക്കുന്നത് 2 കർട്ടനും 2 ഡെസ്കും കബോർഡും ലൈറ്റും. അത് കണ്ടോ ചന്ദ്രൻ വരുമ്പോ കണ്ടോ? ഇതൊക്കെ ഒരു ആഗ്രഹം അല്ലേടാ. വരുമ്പോ കണ്ടോ നേരത്തേട്ടാ? പക്ഷെ എനിക്കില്ല. എന്റെ റൂം ഭയങ്കര സിമ്പിൾ ആണ് തോന്നുന്നു. ഇഷ്ടമല്ല. എന്റെ റൂമിൽ ഒന്നുമില്ല, ഒരു നിയോൺ ലൈറ്റ് മാത്രമുണ്ട്. അതാണ് നല്ലതാണോ? ഇവൻ എന്തുവാടെ ഈ പട്ടാഭിരാമൻ കാണിക്കുന്നേ? തീർക്കറാ. എല്ലാരും കാത്തിരിക്കുവാണ്. അതുകൊണ്ട് എൻജി അവൻ വന്ന വന്ന അടിക്കാൻ വേണ്ടിട്ട് നിക്കോട്ടോ. എല്ലാം ഒരു പിക്കിന് വേണ്ടിട്ട് റീഫ്രഷ് സ്കിൻ അടിക്കുമ്പോ കോച്ചവിടെ പിടിക്കാൻ റെഡി ആയിട്ടിരിക്കുക. എടാ ലൈറ്റ് മാറ്റാൻ മാത്രമായിരുന്നു ഇത്രയും ഹൈപ്പ്. ബ്രോ ഞാനൊരു കാര്യം പറയട്ടെ, അത് കൊച്ചുനാളിലെ ഡെവലപ്മെന്റ് ആഗ്രഹമായിരിക്കും അങ്ങനെ ഒരു റൂം വേണോന്നുള്ളത്. പക്ഷെ വലിയ കാര്യമല്ലേ, സ്വന്തമായിട്ട് പൈസക്ക് ചെയ്യുന്നല്ലേ, അത് വലിയൊരു കാര്യമാണ്. അല്ല മാറ്റാനായിരുന്നു, അത് ചുമ്മാ പറയുന്നയാ. അല്ലടാ അത് ലൈറ്റ് മാത്രം മാറ്റാനാണെങ്കിൽ പോലും അത് അതിന്റെ ഒരു കഴിവല്ലേ. സ്വന്തം പൈസക്ക് മാറ്റാന്ന് പറഞ്ഞ ഒരു കഴിവല്ലേ. ഇത്രയും കാര്യങ്ങൾ വെക്കുന്നു. ലൈറ്റ് മാത്രമാണോ നമ്മൾ വരുമ്പോ നമുക്ക് കാണാം അല്ലേ? എടാ എന്തോ ആക്കിയാലും നിന്റെ ആഗ്രഹത്തിന് നീ ഒരു സാധനം വെക്കുന്നു, നിന്റെ ഇഷ്ടം. അത് ആരെന്തോ പറയുന്നത് നോക്കേണ്ടത് ആവശ്യം നിനക്കില്ല.